ഇല്യൂഷൻ ഓഫ് ഇല്യൂഷൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിനിമയിലെ തിന്മയുടെ സ്വാധീനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പമുള്ളത് മാധ്യമപ്രവർത്തകനായ ശ്രീ വിനോദ് നെല്ലിക്കലാണ്. സ്വാഗതം സാർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ മലയാള സിനിമ ഒരുപാട് വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമകളിലെ തിന്മയുടെ സാന്നിധ്യം ഒരുപാട് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വസ്തുതയെ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തിന്മയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം അക്രമങ്ങളുടെ കാര്യത്തിലോ, ഇപ്പോൾ ലഹരി ഉപയോഗം, ഒരുപാട് ക്രൂര കൃത്യങ്ങൾ, അപ്പോൾ അതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളും പ്രമേയങ്ങളും ഒക്കെ, അതുപോലുള്ള ഒരുപാട് വിജയ സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്തായിട്ട് വിജയിച്ച സിനിമകളുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും അത്തരം സിനിമകൾക്ക് വലിയ വിജയം ലഭിക്കുന്നു, കുട്ടികളുൾപ്പെടെ കുടുംബങ്ങൾ പോയി കാണുന്നു. അപ്പോൾ ഇത് ശരിയാണ്. നമ്മളുടെ ഒരു സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമയുടെ പ്രമേയങ്ങളുടെ കാര്യത്തിൽ വിജയിച്ച സിനിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിന്മയ്ക്ക് ഒരു ആധിപത്യം ലഭിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് വളരെ സിനിമയിലൊരു ട്രെൻഡ് മാറി കുറേ തിന്മയുടെ തരത്തിലുള്ള ആശയങ്ങൾ അവിടെ അതിന് പ്രാമുഖ്യം ലഭിക്കുന്നു എന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപക്ഷെ സാമൂഹികമായ മാറ്റങ്ങൾ കാര്യമായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ വലിയ മാറ്റങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ പത്രവാർത്തകൾ, നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും ഈ സമൂഹത്തിൽ തന്നെ ഒരു തിന്മയുടെ സ്വാധീനം എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തിന്മ എന്ന് പറയുന്നത് എന്താണ്? തിന്മ എന്ന് പറയുന്നത്, തിന്മയുടെ സ്വാധീനം നമ്മൾ പറയുന്നു. യഥാർത്ഥത്തിൽ തിന്മ എന്ന് പറയുന്നത് അന്ധകാരമല്ലേ? അതായത് ഒരു വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം. ഇപ്പം പറയുകയാണെങ്കിൽ പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, വെൻ ദർ ഇസ് നോ ലൈറ്റ് ഡാർക്ക്നെസ് പ്രിവെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വെളിച്ചമില്ലാത്തിടത്ത് അന്ധകാരം നിലനിൽക്കുന്നു, വെളിച്ചമില്ലാത്തിടത്ത് അന്ധകാരം നിലനിൽക്കുന്നു. അപ്പം അന്ധകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെളിച്ചമില്ലാത്ത സാഹചര്യമാണ്. വെളിച്ചമില്ലാതെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അന്ധകാരം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വെളിച്ചമുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ഈ വെളിച്ചം ഒരു കറണ്ട് പോവുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിന്നെ ഇരുട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നന്മ എന്ന് പറയുന്നതും തിന്മ എന്ന് പറയുന്നതിന് നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നന്മയുടെ സാന്നിധ്യം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തിന്മയ്ക്ക് ഇടം കൊടുക്കുന്നു. അപ്പം നന്മയില്ലാതാവുന്ന ഒരു പശ്ചാത്തലം, നന്മയുടേതായിട്ടുള്ള പലതും നഷ്ടപ്പെടുന്ന, നന്മയില്ലാതാകുന്ന ഒരു ലോകത്തിൽ തിന്മയുടെ സ്വാധീനം വർദ്ധിക്കുമെന്നുള്ളത് അതിനകത്തൊരു സംശയമില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ ഈ സമൂഹത്തിൽ യുവജനങ്ങൾക്കിടയിലാണെങ്കിലോ, പിന്നെ വിവിധ സംഭവങ്ങളായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഇപ്പം ലഹരിയുടെ ഉപയോഗം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ, കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തിൽ സാമൂഹികമായി സംഭവിക്കുന്ന, രാഷ്ട്രീയമായി സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് വിലയിരുത്താൻ കഴിയും. എത്രയൊക്കെയോ വലിയ ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നന്മയുടേതായിട്ടുള്ള ഇടപെടലുകൾ കുറയുന്നതോ നന്മയുടെ സാന്നിധ്യം ഇല്ലാതാകുന്നതോ ആയിരിക്കണം തീർച്ചയായിട്ടും ഇത്തരത്തിൽ തിന്മയുടേതായിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ തിന്മയുടേതായിട്ടുള്ളൊരു സ്വാധീനശേഷി എന്ന് പറയുന്നത് വർദ്ധിക്കാനായിട്ടുള്ള കാരണം. അവിടെ നമ്മൾ ചിന്തിക്കണം, പ്രധാനമായിട്ടും നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമാ മേഖല എന്ന് പറയുന്നതിനെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സിനിമയിൽ സംഭവിക്കുന്നത് എന്താണ്? സിനിമയിൽ സംഭവിക്കുന്നത് സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ളത് കൂടി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സിനിമയിൽ മാത്രമായിട്ടൊരു ആശയം കടന്നു വരുന്നതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. പക്ഷേ എന്ന് മാത്രം നമുക്കതിനെ വിലയിരുത്താനും പറ്റില്ല. സിനിമയിൽ സംഭവിക്കുന്നതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നതും സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപക്ഷെ സമൂഹത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തങ്ങളും അക്രമങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ആശയങ്ങളും സിനിമകളിൽ പ്രമേയമാകുമ്പോൾ അത് സമൂഹത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ രണ്ടും ഒരു കൊണ്ടും കൊടുത്തും അല്ലെങ്കിൽ പരസ്പരം വളമായും കൂടി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൂടി കേരളത്തിലുണ്ടെന്ന് പറയേണ്ടി വരും. അത് സമൂഹത്തിൽ പൊതുവായിട്ടാണെങ്കിലും ഇപ്പം യുവജനങ്ങൾക്കിടയിലാണെങ്കിലും കുട്ടികൾക്കിടയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഇപ്പം വെളിച്ചമില്ലാത്തിടത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഇരുട്ടാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാചകം കൂടിയുണ്ട്. അതായത് ഈ നന്മ തിന്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നന്മ ചെയ്യേണ്ട മനുഷ്യർ നിഷ്ക്രിയരായാൽ അവിടെ തിന്മ വിജയം വരിക്കും എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ചൊല്ലാണ്. നന്മ ചെയ്യേണ്ട മനുഷ്യർ നിഷ്ക്രിയരാകുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ തീർച്ചയായിട്ടും അവിടെ തിന്മയായിരിക്കും വിജയം വരിക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയുടെ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ തീർച്ചയായിട്ടും ഒരു നന്മയുള്ള ധാർമ്മികതയുള്ള നല്ല സിനിമകൾ വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവയ്ക്ക് അർഹിക്കുന്ന വിജയം ലഭിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടും നല്ല രീതിയിൽ നല്ല സിനിമകൾ നിർമ്മിക്കാനായിട്ട് കഴിവുള്ള നല്ല സംവിധായകരോ നല്ല എഴുത്തുകാരോ പിന്മാറി നിൽക്കുന്നതുകൊണ്ടുകൂടിയായിരിക്കാം. അപ്പോൾ നല്ല ആശയങ്ങളുള്ള സിനിമകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം പാച്ചുവും അത്ഭുതവിളക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകൾ, അഖിൽ സത്യൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, അത്തരത്തിൽ ഒക്കെയുള്ള ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ പലതും ഈ അടുത്ത കാലങ്ങളിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. എന്നാൽ വിജയിക്കാനായിട്ടുള്ള ഒരു സ്റ്റഫുള്ള സിനിമയുമാണ്, സാമ്പത്തിക വിജയം നേടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് പറയാൻ കഴിയും, ഒരുപാട് നന്മയുടെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുള്ള ആശയങ്ങൾ പ്രമേയങ്ങളാക്കി അവതരിപ്പിക്കാൻ കഴിയുന്ന സംവിധായകരും എഴുത്തുകാരും ഈ കാലഘട്ടത്തിൽ നിശബ്ദത പുലർത്തുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. അപ്പം സിനിമയിൽ ഈ ബ്രൂട്ടാലിറ്റി, കൊലപാതകങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലൈസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ലേ? ഇന്നത്തെ ഒരു സമൂഹത്തിലെ യുവജനങ്ങൾ ഇതിനെയൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ സിനിമകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സിനിമകൾ നേരിട്ടും ഒക്കെയായി യുവജനങ്ങൾ ഏറ്റെടുക്കുന്നു, സമൂഹം തന്നെ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതായത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുള്ളത്. ഇത് വലിയൊരു സ്വാധീനശേഷിയുണ്ട് സിനിമയ്ക്ക് മാത്രമല്ല, ആക്ച്വലി എല്ലാ സാഹിത്യ സൃഷ്ടികൾക്കും സ്വാധീനശേഷിയുണ്ട്. നമുക്കറിയാം, പഴയ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭരണാധികാരികളും ഒക്കെ ഭയന്നിരുന്നത് വാക്കുകളെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കവിതകളെയും രചനകളെയും സാഹിത്യ രചനകളെയും ഭയന്നിരുന്ന ഒരു കാലം. അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് ലോകമെമ്പാടും. അപ്പോൾ വലിയ വെല്ലുവിളികളായി ഇപ്പോൾ ദുഷ്കർമ്മികളായ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും ഭയന്നിട്ടുള്ളത് ഇതുപോലത്തെ ചാട്ടുളികൾ പോലുള്ള രചനകളെ, വാക്കുകളെ, അല്ലെങ്കിൽ കാർട്ടൂണുകളെ. അപ്പോൾ ഇതിനെയൊക്കെ ഭയന്നിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്നത്. ഇപ്പം നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഇപ്പം ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം സിനിമയിൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ചിലത് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദോഷങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പറയും അത് സിനിമയല്ലേ. അപ്പോൾ അടുത്ത കാലം വരെയും പൊതുവേ കേട്ടിരുന്നതാണ് അത് സിനിമയല്ലേ, അത് സിനിമയായിട്ട് കണ്ടാൽ പോരെ. അപ്പം വളരെ ക്രൈസ്തവ വിരുദ്ധതയൊക്കെ ഉൾക്കൊള്ളുന്ന കണ്ടൻറ്റുകളൊക്കെ സിനിമയിൽ കടന്നു വരുമ്പോൾ അപ്പോൾ ഇതിനോടുള്ള പരാതികൾ, ഇതിനോടുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു, ഇത് വെറും സിനിമയല്ല, സിനിമയായി കണ്ടാൽ പോരെ എന്നൊക്കെ. അപ്പോൾ സിനിമയ്ക്കൊരു സ്വാധീനശേഷി ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചിന്താശേഷിയുള്ള ആർക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ വളരെ മുമ്പാണെങ്കിൽ ഇപ്പോൾ ആറാം തമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നു. അതേ തുടർന്ന് ആറാം തമ്പുരാൻ്റെ പേരിലുള്ള വസ്ത്രവിധാനങ്ങൾ, മുണ്ടുകൾ, നരസിംഹം എന്ന് പറഞ്ഞ് നരസിംഹത്തിൻ്റെ പേരിൽ ഷർട്ടായി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ബോളിവുഡിലാണെങ്കിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലാണെങ്കിലും പലതരത്തിലുള്ള ആഭരണങ്ങളും പിന്നെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രവിധാനങ്ങളും അതൊക്കെ ട്രെൻഡായി മാറുന്ന ഒരു കാലഘട്ടം. അത്തരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. പിന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരു പശ്ചാത്തലമായത് ഗുണ കേവ്സ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ കടന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. അപ്പോൾ ഈ സിനിമ വലിയ വിജയം ആയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു, അവിടെ ഇപ്പോൾ ഇത് എണ്ണപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമതായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മറ്റ് ചില സിനിമകളുടെ സ്വാധീനങ്ങൾ കടന്നു വരുന്നത്, ആശയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ, ലഹരിയുടെ ഉപയോഗങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ സ്വാധീനം അത്തരത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സിനിമകൾ ചെലുത്തുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ റിലീസായതിനു ശേഷം നമ്മൾ എത്ര പത്രവാർത്തകളൊക്കെ ഉണ്ട്, ദൃശ്യം മോഡൽ കൊലപാതകം. അപ്പോൾ അത്തരം കൊലപാതകം മറ്റേതെങ്കിലും രീതിയിൽ നടന്നേക്കാമായിരുന്നിരിക്കാം, പക്ഷേ ദൃശ്യം മോഡൽ, അതൊരു മോഡലായിട്ട് മനുഷ്യനെ ഏറ്റെടുക്കുന്നു. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു സ്വാധീനം, അല്ലെങ്കിൽ അതൊരു മാതൃകയാക്കി മാറ്റുന്നു. പിന്നെ സ്വാധീനം എന്ന് പറയുന്നതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമകൾ കഴിഞ്ഞ വർഷം പ്രദർശനത്തിനെത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ, ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു.
അതിനുശേഷം കഴിഞ്ഞ വർഷം അവസാനം റിലീസായ സിനിമ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ, അതിനുശേഷം പിന്നെ എന്താണ് പണി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, മുറ എന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കുറേ സിനിമകൾ. പക്ഷേ ഈ സിനിമകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് അക്രമം, ലഹരിയുടെ ഉപയോഗം എന്നൊക്കെ പറയുന്നതിനെ വളരെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകളായിരുന്നു. അപ്പോൾ ആ സിനിമകൾ എന്ന് പറയുന്ന ആ സിനിമകളുടെ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ യുവത്വത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സിനിമകളെന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അത്തരം സിനിമകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.